അധ്യായം 6. രാമനവമി ഉത്സവവും മസ്ജിദ് കേടുപാട് തീർക്കലും. ഗുരു കരസ്പർശത്തിൻ്റെ ശക്തി. രാമനവമി ഉത്സവം, അതിൻ്റെ ഉദ്ഭവവും ഭേദഗതികൾ മുതലായതും. മസ്ജിദിൻ്റെ കേടുപാട് തീർക്കൽ. ഗുരു കരസ്പർശത്തിൻ്റെ ശക്തി. യഥാർത്ഥ സദ്ഗുരു നമ്മെ നയിക്കുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായും എളുപ്പം സംസാരസാഗരം കടത്തിവിടും. സദ്ഗുരു എന്ന പദം സായിബാബയെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം മുന്നിൽ നിന്ന് ഉധി നെറ്റിയിൽ തൊടുവിച്ച് കയ്യ് അനുഗ്രഹരൂപേണ തലയിൽ വയ്ക്കുന്നതായി ഞാൻ വിഭാവനം ചെയ്യുന്നു. ഹൃദയം സന്തുഷ്ടമായി പ്രേമം ബാഷ്പരൂപേണ എൻ്റെ കണ്ണിൽ നിന്നും ഒഴുകുന്നു. ചിന്ത കൊണ്ടും ആശ കൊണ്ടും നിർമ്മിതമായ സൂക്ഷ്മ ശരീരം അഗ്നിയാൽ ദഹിപ്പിക്കാനാവില്ലെങ്കിലും ഗുരു കരസ്പർശമാത്രേണ ദഹിച്ചു പോകുന്നതോടെ മുജ്ജന്മങ്ങളിലെ പാപങ്ങൾ പോലും നിശേഷം നശിച്ചു പോകുന്നു. ദൈവികവും മതപരവുമായ വാക്യങ്ങൾ കേൾക്കുമ്പോൾ വിരോധം തോന്നുന്നവർ കൂടി ശാന്തിയെ പ്രാപിക്കുന്നു. സായിബാബയുടെ സുന്ദര രൂപദർശനം കൊണ്ട് സന്തോഷത്താൽ തൊണ്ടയിടറുകയും ആനന്ദാശ്രുവാൽ കണ്ണു നിറയുകയും വികാരാവേശത്താൽ ഹൃദയം നിറയുകയും ചെയ്യുന്നു. അത് തത്വമസി, അഹം ബ്രഹ്മാസ്മി മുതലായ ബോധങ്ങൾ നമ്മിൽ വളർത്തി ഞാൻ, നീ, അത്, ഇത് മുതലായ ഭേദങ്ങൾ നശിപ്പിച്ചു. ബ്രഹ്മത്തോട് ചേർത്ത് ആത്മജ്ഞാനം കൈവരുത്തുന്നു. ശാസ്ത്രപുരാണങ്ങൾ വായിക്കുമ്പോൾ സദ്ഗുരുപദം എന്നിൽ സായിബാബയെക്കുറിച്ചുള്ള ഓർമ്മ വളർത്തി അദ്ദേഹം രാമനും കൃഷ്ണനുമൊക്കെയായി ആ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരണ നൽകുന്നു. ഉദാഹരണമായി, ഞാൻ ഭാഗവത പാരായണം ശ്രദ്ധിക്കുമ്പോൾ സായി പാദാതികേശം കൃഷ്ണനായി മാറി അദ്ദേഹം തന്നെ ഭാഗവതവും ഉദ്ധവഗീതയും പാടിക്കേൾപ്പിക്കുന്നതായും ഭക്തന്മാർ അതിൽ നിന്ന് നേട്ടങ്ങൾ നേടുന്നതായും അനുഭവപ്പെടുന്നു. എന്തിന്, വെറും തമാശ പറയുമ്പോൾ പോലും സായി സ്മരണയുണ്ടായി അനുയോജ്യങ്ങളായ അനവധി ഉദാഹരണങ്ങൾ സംഭാഷണ മധ്യത്തിൽ ചേർക്കാൻ സാധ്യമാവുന്നു. ഞാൻ സ്വന്തമായി എന്തെങ്കിലും എഴുതാൻ തുടങ്ങിയാൽ എനിക്കൊന്നും കഴിയുന്നില്ലെങ്കിലും സായിനാഥൻ്റെ പ്രചോദനത്തിൽ എഴുതാൻ തുടങ്ങുമ്പോൾ യാതൊരു ഇടതടവുമില്ലാതെയും അവസാനമില്ലാതെയും എഴുതിക്കൊണ്ടേയിരിക്കാൻ സാധ്യമാകുന്നു. മനുഷ്യൻ്റെ അഹംഭാവം തലപൊക്കുമ്പോൾ അദ്ദേഹം സ്വഹസ്തങ്ങളെ കൊണ്ട് പിടിച്ചമർത്തി അദ്ദേഹത്തിൻ്റെ ശക്തി പ്രദാനം ചെയ്ത് ഉദ്ദേശാനുസരണം പ്രവർത്തിപ്പിച്ച് അനുഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരാൾ സായിയെ സാഷ്ടാംഗം പ്രണമിച്ച് ആത്മസമർപ്പണം ചെയ്യുന്നുവോ, ചോദിക്കാതെ തന്നെ ജീവിതത്തിൻ്റെ സർവോപാധികളും, അതായത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ അയാൾക്ക് കരഗതമാകുന്നു. കർമ്മം, ജ്ഞാനം, യോഗം, ഭക്തി എന്നീ 4 പ്രധാന മാർഗങ്ങൾ പ്രത്യേകമായി നമ്മെ ദൈവത്തിലെത്തിക്കുന്നു. ഇതിൽ ഭക്തിമാർഗം പ്രയാസവും കഷ്ടപ്പാടുകളും മുള്ളും കുണ്ടും കുഴികളും നിറഞ്ഞതാണ്. എന്നാൽ സദ്ഗുരുവിൽ വിശ്വസിച്ച് പുറപ്പെട്ടാൽ മുള്ളും കുണ്ടും കുഴിയും ഒഴിവാക്കി നേരെ പ്രാപ്യസ്ഥാനത്തെത്തിച്ചു തരും. അത് സായിബാബ ഉറപ്പ് പറഞ്ഞതാണ്. ബ്രഹ്മനെ സംബന്ധിച്ച് പ്രതിപാദിച്ച ശേഷം മായ കൊണ്ട് ലോകം സൃഷ്ടിച്ചതും സൃഷ്ടിച്ച ലോകത്തെപ്പറ്റിയും പ്രതിപാദിച്ച് ഇത് മൂന്നും ഒന്നു തന്നെയെന്ന് ഉദ്ധരിച്ച് ബാബ ഉറപ്പു കൊടുക്കുന്ന വാക്കുകളെ ഇപ്രകാരം ഉദ്ധരിക്കുന്നു: യാതൊരു ഭക്തൻ്റെ ഗൃഹത്തിലും അന്നവസ്ത്രാദികൾക്ക് യാതൊരു ക്ഷാമവും നേടുന്നതല്ല. എന്നിൽ മനസ്സുറപ്പിച്ച് എന്നെ ആരാധിക്കുന്ന ഭക്തൻ്റെ എല്ലാ ക്ഷേമകാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് നേടിക്കൊടുക്കുക എന്നത് എൻ്റെ ചുമതലയാണ്. ഭഗവാൻ കൃഷ്ണനും ഇതുതന്നെ പറഞ്ഞു: യോഗക്ഷേമം വഹാമ്യഹം. നിങ്ങൾക്കെന്തെങ്കിലും വേണമെങ്കിൽ അഹന്തയും ആത്മാഭിമാനവും ഉപേക്ഷിച്ച് ദൈവത്തോട് ചോദിച്ചു വാങ്ങുവിൻ. ഭക്ഷണവസ്ത്രങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടതില്ല. ലോകത്തിലുള്ള സ്ഥാനമാനങ്ങളിൽ സമൂഢരാവാതിരിക്കുവിൻ. ഇഷ്ടദേവതയുടെ രൂപം മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുവിൻ. എല്ലാ ഉപാധികളും അന്ധകരണവും ഭഗവാനെ ആരാധിക്കുന്നതിൽ നിയുക്തമാവട്ടെ. മറ്റൊന്നിലും തൽപരരാവരുത്. മനസ്സ് എന്നെ ഓർമ്മിക്കുന്നതിൽ സദാ ഉറപ്പിച്ചു നിർത്തുവിൻ. എന്നാൽ അത് ശരീരം, ധനം, ഗൃഹം എന്നിവയിലേക്ക് അലഞ്ഞു പോവില്ല. അന്നേരം മനസ്സ് ശാന്തവും സമാധാനപരവും ഭയരഹിതവുമായിത്തീരും. ഇതാണ് സൽഗതിയുടെ മനസ്ഥിതിയുടെ അടയാളം. മനസ്സ് ചഞ്ചലമാണെങ്കിൽ പരിപൂർണമായി ലയിച്ചതാവാൻ സാധ്യമാവില്ല. ഇത്രയും പറഞ്ഞ് ഷിർദിയിലെ രാമനവമി ഉത്സവത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. തുടക്കം. ഗോപാൽ റാവ് ഗുണ്ട് എന്നൊരാൾ കോപ്പർ ഗാവോണിൽ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അയാൾ ബാബയുടെ ഒരു വലിയ ഭക്തനായിരുന്നു. അയാൾക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. സായിബാബയുടെ അനുഗ്രഹം കൊണ്ട് അയാൾക്കൊരു മകനുണ്ടായി. ആ സന്തോഷത്തിൽ 1897 ഒരു ഉത്സവം നടത്താനുള്ള ആഗ്രഹം അയാൾക്കുണ്ടായി. ഈ ഉദ്ദേശം ഷിർദിയിലെ പ്രധാന ഭക്തന്മാരായ താത്യ പട്ടേൽ, ദാദാ കോട്ടെ പട്ടേൽ, മാധവറാവ് ദേശ്പാണ്ഡെ അഥവാ ശ്യാമ എന്നിവർ മുമ്പാകെ വെച്ചു.
അവർ അത് അംഗീകരിച്ച് ബാബയുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങി. പിന്നെ കലക്ടറുടെ അനുവാദത്തിന് അപേക്ഷിച്ചപ്പോൾ അംശമുദ്യോഗസ്ഥനെതിരായി റിപ്പോർട്ട് ചെയ്തതിനാൽ അനുമതി നിഷേധിക്കപ്പെട്ടു. പക്ഷേ സായിബാബ അനുഗ്രഹിച്ച കാര്യമായതിനാൽ വീണ്ടും പരിശ്രമിച്ചപ്പോൾ കലക്ടറുടെ അനുമതിയും കിട്ടി. ഉത്സവം ബാബയോട് ആലോചിച്ച് രാമനവമി നാളിൽ നടത്താൻ തീരുമാനിച്ചു. ബാബയ്ക്ക് ഇതിലൊരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം സൃഷ്ടിച്ച് ഹിന്ദുക്കളുടെ രാമനവമിയും മുസ്ലിങ്ങളുടെ ഉറൂസായ ചന്ദനക്കുടം എഴുന്നള്ളിപ്പും ഒന്നിച്ച് നടത്തിച്ച് സമുദായ മൈത്രി സ്ഥാപിക്കലായിരുന്നു ആ ഉദ്ദേശം. ഭാവിയിൽ അത് നടക്കുകയും ചെയ്തു. അനുവാദം സിദ്ധിച്ചെങ്കിലും മറ്റു വിഷമങ്ങൾ ഉണ്ടായി തുടങ്ങി. ഷിർദി ഗ്രാമത്തിൽ ജലക്ഷാമമുണ്ടായിരുന്നു. ആകെ ഗ്രാമത്തിൽ 2 കിണറേയുള്ളൂ. ഒന്നിലെ ഉപയോഗിക്കാവുന്ന വെള്ളം വറ്റി, മറ്റേതിലെ വെള്ളം ഉപ്പുവെള്ളവുമാണ്. ഉപ്പുവെള്ളമുള്ള കിണറ്റിൽ സായിബാബ പൂക്കളെറിഞ്ഞ് ശുദ്ധജലമാക്കി മാറ്റി. എന്നാലും ഈ വെള്ളം മതിയാവാത്തതിനാൽ കുറേ ദൂരത്തു നിന്ന് തുകൽ സഞ്ചികളിൽ വെള്ളം കൊണ്ടുവരാൻ താത്യാ പട്ടേൽ ഏർപ്പാട് ചെയ്തു. പിന്നെ വാണിഭങ്ങളും ഗുസ്തി മത്സരങ്ങളും ഏർപ്പാട് ചെയ്തു. ഗോപാൽ റാവു കൊണ്ട് അഹമ്മദ് നഗറിൽ ദാമു അന്ന കാസർ എന്നു പേരായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. അയാൾക്കും ബാബയുടെ അനുഗ്രഹം കൊണ്ട് പുത്രന്മാരുണ്ടായതിനാൽ ഗുണ്ട അയാളോട് എഴുന്നള്ളിപ്പിനൊരു കൊടിക്കൂറ അയക്കാൻ ആവശ്യപ്പെട്ടു. കൂടാതെ നാനാ സാഹേബ് നിമോൻകാറും ചിത്രവേല ചെയ്ത കൊടിക്കൂറ അയച്ചു. ഈ 2 കൊടിക്കൂറകളും എഴുന്നള്ളിച്ച് ഗ്രാമം ചുറ്റിത്തിരിച്ചു വന്ന് ദ്വാരകാമായി മസ്ജിദിൻ്റെ 2 ഭാഗത്തായി സ്ഥാപിച്ചു. ഈ ചടങ്ങ് അതേപോലെ ഇപ്പോഴും നടത്തിവരുന്നു. ചന്ദനക്കുടം വരവ്. ഈ ഉത്സവത്തിന് മറ്റൊരു വരവും കൂടി തുടങ്ങിവെച്ചു. ഇത് അമീർ ഷക്കാർ ദലാൽ എന്നൊരു മുഹമ്മദ് ഭക്തൻ്റെ ഉത്സാഹത്തിലാണ്. ഇത് വലിയ മുസ്ലിം സിദ്ധന്മാരെ ബഹുമാനിക്കാനുള്ള ഉത്സവമാണ്. താലങ്ങളിൽ ചന്ദനമരച്ചതും ചന്ദനപ്പൊടിയുമിട്ട് ധൂപവും ചന്ദനത്തിരികളും കത്തിച്ച് മുന്നിൽ പിടിച്ച് വാദ്യാഘോഷങ്ങളോടുകൂടി ഗ്രാമത്തിൽ എഴുന്നള്ളിപ്പായി ചുറ്റി മസ്ജിദിൽ വന്ന് ചന്ദനം വേപ്പുമരത്തിന്മേലും ചുമരിന്മേലും കൈകൊണ്ട് വാരിപ്പൂശലാണ് ഈ ഉത്സവ ചടങ്ങ്. ആദ്യ 3 കൊല്ലം അമീർ ഷക്കാർ ഇതിന് മേൽനോട്ടം നടത്തി. പിന്നീട് അയാളുടെ ഭാര്യയാണത് നടത്തിയത്. ഒരേ ദിവസം ഒരേ സമയം ഹിന്ദുക്കളുടെ കൊടികയറ്റവും മുസ്ലിങ്ങളുടെ ചന്ദന എഴുന്നള്ളിപ്പും യാതൊരു കുഴപ്പവും കൂടാതെ ഇന്നുവരെ നടന്നു വരുന്നു. ഏർപ്പാടുകൾ. ഈ ദിവസം സായിബാബ ഭക്തന്മാർക്ക് വളരെ പ്രധാനമാണ്. അധികം പേരും അന്നവിടെ എത്തി ഓരോ ചുമതലകൾ ഏറ്റെടുക്കും. താത്യാക്കോട്ടെ പട്ടേൽ പുറംകാര്യങ്ങൾ അന്വേഷിക്കും. അകത്തെ കാര്യങ്ങൾ ഭക്തയായ രാധാകൃഷ്ണമായി നോക്കിക്കൊള്ളും. അവരുടെ ഗൃഹം ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കും. ഭക്തന്മാരുടെ സൗകര്യവും ഉത്സവകാര്യങ്ങളും ആ വൃദ്ധ സ്ത്രീക്ക് ഒരേ സമയം നോക്കേണ്ടി വരും. കൂടാതെ മുഴുവൻ മസ്ജിദും കഴുകി വൃത്തിയാക്കി വെള്ളവലിക്കലും അവർ ചെയ്യിച്ചു. ധുനി കത്തുന്നതുകൊണ്ട് അവിടെ മുഴുവൻ പുക പിടിച്ച് കറുത്ത് കിടക്കുകയാകും. ഇത് ബാബ ചാവടിയിൽ കിടക്കുന്ന അവസരം തലേന്ന് രാത്രിയാണ് അവർ ചെയ്യിച്ചത്. മുഴുവൻ സാധനങ്ങളും ധുനിയും എടുത്തു മാറ്റിയാണ് വൃത്തിയാക്കിയത്. അതിൽ പിന്നെ എല്ലാം പൂർവ്വസ്ഥാനത്ത് വെച്ചു. സായിബാബയ്ക്ക് പ്രിയങ്കരമായ അന്നദാനവും പലഹാരങ്ങളും രാധാകൃഷ്ണമായിയുടെ വീട്ടിൽ വെച്ചൊരുക്കും. അതിൽ വളരെ ധനികരും പ്രബലപരുമായ ഭക്തന്മാർ പങ്കുകൊള്ളും. രാമനവമി മഹോത്സവമായി രൂപാന്തരപ്പെടുത്തിയത്. ഒരു ചെറിയ അടിയന്തരമെന്ന നിലയിൽ തുടങ്ങിവെച്ച ഈ എഴുന്നള്ളിപ്പുകൾ 1912 വരെ ചെറിയ തോതിൽ നടന്നു. അതിൽ പിന്നെ അതിനു മാറ്റം വന്നു. ആ കൊല്ലം സായി സഗുണോപാസന എന്ന ലഘുലേഖയുടെ കർത്താവായ കൃഷ്ണരാവു ജോഗേശ്വർ ഭീഷ്മ എന്നയാൾ അമരാവതിയിലുള്ള ദാദാസാഹേബ് ഖബർദിയോടുകൂടി അടിയന്തരത്തിന് വന്നു. ദീക്ഷിത് വാഡയിൽ താമസിച്ചു. അവിടെ വരാന്തയിൽ കിടക്കുമ്പോൾ പൂജാ സാമഗ്രികളുമായി ലക്ഷ്മൺ റാവു എന്ന കാക്കാ മഹാജനി പോകുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഒരാശയം മനസ്സിലുദിച്ച് അയാളെ വിളിച്ചു. ഈ അടിയന്തരം ഷിർദിയിൽ രാമനവമി ദിവസം കഴിക്കുന്നതിൽ ഒരു ദൈവകൽപ്പിതമുണ്ട്. രാമനവമി ഹിന്ദുക്കൾക്ക് പ്രധാനമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു രാമനവമി മഹോത്സവമാക്കി മാറ്റിക്കൂടാ? ശ്രീരാമ ജയന്തി ഇവിടെ കൊണ്ടാടിക്കൂടാ? കാക്കാ മഹാജനിക്കും അത് തരക്കേടില്ലെന്ന് തോന്നി. ബാബയുടെ അനുമതി ചോദിക്കാൻ നിശ്ചയിച്ചു. പ്രധാനമായും ഉത്സവത്തിന് കീർത്തനം പാടാൻ ഒരു ഹരിദാസിനെ കിട്ടലായിരുന്നു പ്രധാന വശം. ഭീഷ്മൻ പറഞ്ഞു, എൻ്റെ രാമാഖ്യാൻ എന്ന കവിത തയ്യാറായിരിക്കുന്നു. ഞാൻ തന്നെ കീർത്തനം പാടാം. കാക്കാ മഹാജനി ഹാർമോണിയം വായിച്ചാൽ മതി. രാധാകൃഷ്ണമായി ഉണ്ടാക്കിയ സുന്ദവട പ്രസാദമായി കൊടുക്കാനും ഏർപ്പാട് ചെയ്തു. അങ്ങനെ അവർ ഉടനെ മസ്ജിദിലേക്ക് ബാബയുടെ അനുവാദം വാങ്ങാനായിപ്പോയി. എല്ലാം അറിയുന്ന ബാബ എന്താണ് സത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവാതെ മഹാജനി മിണ്ടാതിരുന്നു. ബാബ ഉടനെ ഭീഷ്മനോട് അയാൾക്കെന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു.
അയാൾ രാമനവമി മഹോത്സവമായി നടത്താനുള്ള പരിപാടി വിവരിച്ച് ബാബയുടെ അനുമതി ചോദിക്കുകയും ബാബ അനുവാദം കൊടുക്കുകയും ചെയ്തു. എല്ലാവരും സന്തുഷ്ടരായി ജയന്തി മഹോത്സവത്തിന് ഏർപ്പാട് ചെയ്തു. അടുത്ത ദിവസം മസ്ജിദ് അലങ്കരിച്ച് രാധാകൃഷ്ണമായി കൊടുത്തൊരു തൊട്ടിൽ ബാബയുടെ ഇരിപ്പിടത്തിനടുത്ത് തൂക്കി നിർത്തി പരിപാടി തുടങ്ങി. ഭീഷ്മൻ കീർത്തനത്തിനും മഹാജനി ഹാർമോണം വായനയ്ക്കും എഴുന്നേറ്റ് നിന്നു. സായിബാബ മഹാജനിയെ വിളിക്കാൻ ആളയച്ചു. അയാൾ സംശയിച്ചു നിന്നു. ബാബ എല്ലാം മുടക്കിയാലോ? പക്ഷെ ബാബയുടെ അടുക്കൽ ചെന്നപ്പോൾ എന്തെല്ലാമാണ് നടക്കുന്നത്, എന്തിനാണ് ഈ തൊട്ടിൽ എന്ന് ചോദിച്ചു. മഹാജനി അത് രാമനവമി മഹോത്സവം തുടങ്ങിയതാണെന്നും തൊട്ടിൽ അതിന് തൂക്കിയതാണെന്നും പറഞ്ഞു. ഉടനെ ബാബ ഒരു മാലയെടുത്ത് മഹാജനിക്ക് അണിയിക്കുകയും ഭീഷ്മൻ അണിയാൻ മറ്റൊരു മാല കൊടുത്തയക്കുകയും ചെയ്തു. അതോടുകൂടി കീർത്തനവും തുടങ്ങി. അതിൻ്റെ അവസാനം ശ്രീരാം കി ജയ് എന്ന അഭിവാദ്യം ചെയ്ത് സിന്ദൂരം 4 ഭാഗത്തേക്കും വാരിയെറിഞ്ഞു. എല്ലാവരും പരമസന്തുഷ്ടരായിരിക്കെ പെട്ടെന്നൊരലർച്ച കേട്ടു. തീരെ ശ്രദ്ധയില്ലാതെ വാരി വലിച്ചെറിഞ്ഞ കുങ്കുമം ബാബയുടെ കണ്ണിൽ പോയിരുന്നു. ബാബയ്ക്ക് കോപം വന്ന് എല്ലാവരെയും അത്യുച്ചത്തിൽ ചീത്ത പറയുകയായിരുന്നു. ജനങ്ങൾ ഇത് കണ്ട് ഭയപ്പെട്ട് 4 ഭാഗത്തേക്കും ഓടി. ബാബയുടെ അടുത്ത ഭക്തന്മാർ ഈ കോപവും ശകാരവും അനുഗ്രഹമായി കരുതി. അവരുടെ അഭിപ്രായത്തിൽ രാമൻ ജനിച്ചപ്പോൾ രാവണ നിഗ്രഹത്തിനുള്ള കോപം ബാബ കാണിച്ചതാണെന്നും അത് അഹംഭാവം മുതലായത് നശിപ്പിക്കാനുള്ള ഉപാധിയായി കാണേണ്ടതുമാണെന്നുമാണ്. കൂടാതെ പുതുതായി എന്ത് ഷിർദിയിൽ തുടങ്ങിയാലും ബാബ കോപിക്കലുള്ളതുകൊണ്ട് അവർ ശാന്തരായിരുന്നു. രാധാകൃഷ്ണമായിക്ക് ബാബ തൊട്ടിൽ പൊളിച്ചു കളയുമോ എന്നായിരുന്നു ഭയം. അതുകൊണ്ട് മഹാജനിയോട് തൊട്ടിൽ മെല്ലെ നീക്കം ചെയ്യാൻ പറഞ്ഞു. ബാബ അയാളോട് അനക്കിപ്പോവരുതെന്ന് കൽപ്പിച്ചു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാജനി തൊട്ടിൽ നീക്കം ചെയ്യാൻ ബാബയോട് അനുവാദം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉത്സവം കഴിഞ്ഞിട്ടില്ല, തൊട്ടിൽ നീക്കാൻ പാടില്ല. അടുത്ത ദിവസം മറ്റൊരു കീർത്തനവും ഗോപാലകല എന്ന ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ തൊട്ടിൽ നീക്കിക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു. രാമനവമി മഹോത്സവം ഇങ്ങനെ നടക്കുമ്പോൾ കൊടികയറ്റ മഹോത്സവവും ചന്ദന എഴുന്നള്ളിപ്പും യഥാവധി നടക്കുകയും ഇതുമുതൽ ബാബയുടെ ഉറൂസ് രാമനവമി മഹോത്സവമായി മാറി. അടുത്ത വർഷം മുതൽ, അതായത് 1913 പരിപാടികൾ ഓരോന്നായി വർദ്ധിച്ചു തുടങ്ങി. രാധാകൃഷ്ണമായി ചൈത്രം 1-ാം തീയതി മുതൽ നാമസപ്താഹം തുടങ്ങി. ഇതിൽ എല്ലാ ഭക്തന്മാരും ഊഴമിട്ട് പങ്കുകൊണ്ടു. രാമനവമി പലയിടത്തും നടക്കുന്നതുകൊണ്ട് കീർത്തനം ചെല്ലാനുള്ള ഹരിദാസിനെ കിട്ടാൻ 5-6 ദിവസം മുമ്പേ വിഷമം കണ്ടു തുടങ്ങി. അക്കൊല്ലം അഭിനവ തൂക്കാറാം എന്ന പേരിൽ അറിയപ്പെടുന്ന ബാല ഭുവമാലിയെ ഭീഷ്മൻ യദൃശ്ചിയ കാണുകയും അക്കുറി അയാൾ ഹരിദാസ് ആവുകയും ചെയ്തു. അടുത്ത വർഷം സറ്റാറ ജില്ലയിലെ ബൃഹത് സിദ്ധകാവടെ എന്ന സ്ഥലത്ത് പ്ലേഗ് കാരണം അവിടുത്തെ ഹരിദാസായ ബാല ഭുവ സതാർക്കർ ഷിർദിയിൽ വന്ന് കീർത്തനം പാടി. പിന്നീട് കൊല്ലംതോറും ഹരിദാസിനെ കിട്ടേണ്ട പ്രശ്നം 1914 സായി ബാബ പരിഹരിക്കുകയും ദാസ്ഗനു മഹാരാജനെ സ്ഥിരം കീർത്തനം പാടാനുള്ള ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്നും അത് നിർവഹിക്കുന്നു. 1912 മുതൽ മഹോത്സവം കൊല്ലംതോറും വളർന്നുകൊണ്ടേയിരുന്നു. ചൈത്രം 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഷിർദി ഒരു തേനീച്ച കൂടുപോലെ പുരുഷാരം കൊണ്ട് നിറയും. വാണിഭക്കാർ വർദ്ധിച്ചു വന്നു. പ്രശസ്ത ഗുസ്തിക്കാർ ഗുസ്തി മത്സരത്തിന് വന്നു. അന്നദാനം ഗംഭീരമായി നടക്കാൻ തുടങ്ങി. രാധാകൃഷ്ണമായിയുടെ അധ്വാനം കൊണ്ട് ഷിർദി ഒരു സംസ്ഥാനം പോലെയായി. ചടങ്ങുകൾ വർദ്ധിച്ചു. നല്ല കുതിര, രഥം, പലതരം വെള്ളിപ്പാത്രങ്ങൾ, ചെമ്പുപാത്രങ്ങൾ, ബക്കറ്റുകൾ, പടങ്ങൾ, കണ്ണാടി മുതലായി പലതും സംഭാവനയായി വന്നു. ആന എഴുന്നള്ളിപ്പും തുടങ്ങി. ഈ വക ചടങ്ങുകളും സാമഗ്രികളും വർദ്ധിച്ചിട്ടും സായി ബാബ ഇതെല്ലാം അവഗണിച്ചു സാധാരണ പോലെ യാതൊരു പതർച്ചയുമില്ലാതെയിരുന്നു. ഇതിനെല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് അധ്വാനിക്കുകയും യാതൊരു കലഹങ്ങളും കൂടാതെ കാര്യങ്ങൾ ഭംഗിയായി നടത്തുകയും ചെയ്തു. ആദ്യം 5000 മുതൽ 7000 വരെ ആളുകൾ വന്നിരുന്നത് 75000 വരെ വർദ്ധിച്ചു. എന്നാലും വല്ല പകർച്ചവ്യാധിയോ കലാപമോ ഒരിക്കലും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മസ്ജിദിൻ്റെ അറ്റകുറ്റപ്പണികൾ. ഗോപാൽഗുണ്ടിന് മറ്റൊരു ആദർശം കൂടിയുണ്ടായി. ഉത്സവം തുടങ്ങിവെച്ച പോലെ മസ്ജിദിൻ്റെയും കേടു തീർക്കണമെന്നായിരുന്നു അത്. അതിനുവേണ്ട കല്ലു വാങ്ങി ചെത്തിവെപ്പിച്ചു. പക്ഷേ ഈ ജോലി അയാൾക്ക് നിശ്ചയിച്ചതായിരുന്നില്ല. ഇത് നാനാ സാഹിബ് ചന്ദോർക്കറിൽ നിന്നും നിലംപണി കാക്കാ സാഹിബ് ദീക്ഷിത്തിനും നിയോഗിച്ചതായിരുന്നു. ആദ്യം ബാബ യാതൊന്നിനും സമ്മതിച്ചില്ലെങ്കിലും മൽസാബദ് ഇടപെട്ട് ഒരുമാതിരി സമ്മതിപ്പിച്ചു. നിലംപണി കഴിഞ്ഞപ്പോൾ ഒരു രാത്രി സാധാരണ ചാക്കുകഷ്ണം ഉപേക്ഷിച്ച് ബാബ ഒരു ചെറിയ ആസനത്തിലിരുന്നു. 1911 മുറ്റം വിശാലമായി കുറേ പണവും അധ്വാനവും ചിലവ് ചെയ്ത് നന്നാക്കി. മസ്ജിദിൻ്റെ മുന്നിലെ തുറന്ന സ്ഥലം വളരെ ചെറുതായിരുന്നു. കാക്കാ സാഹിബ് ദീക്ഷിത്തിന് അവിടെ ഒരു മേൽപ്പുരയുണ്ടാക്കണമെന്ന് തോന്നി.
വലിയ സംഖ്യ ചിലവാക്കി ഇരുമ്പു തുലാങ്ങളും മറ്റും വരുത്തി പണി തുടങ്ങി. രാത്രി എല്ലാ ഭക്തന്മാരും അശ്രാന്ത പരിശ്രമം ചെയ്ത് പണിയെടുത്തു, തൂണുകളും മറ്റും നാട്ടും. പക്ഷേ രാവിലെ ബാബ ചാവടിയിൽ നിന്നും എത്തിയാൽ അവയെല്ലാം പുഴക്കി എടുത്ത് വലിച്ചെറിയും. ഒരിക്കൽ ബാബ കോപിച്ചു ഒരു തൂണൊരു കൈകൊണ്ട് പിടിച്ച് കുലുക്കി കുലുക്കി പൊഴിക്കാൻ തുടങ്ങുകയും മറ്റേ കൈകൊണ്ട് താത്യാ പട്ടേലിൻ്റെ കഴുത്തിൽ പിടിച്ചമർത്തുകയും ചെയ്തു. അങ്ങനെ ബലമായി താത്തയുടെ തലയെക്കെട്ടു തട്ടി എടുത്ത് തീപ്പെട്ടി ഉരച്ച് കത്തിച്ചൊരു കുഴിയിലിട്ടു. അന്നേരം ബാബയുടെ കണ്ണുകൾ തീക്കട്ട പോലെ മിന്നിയിരുന്നു. ഒരാൾക്കും മുഖത്തു നോക്കാൻ ധൈര്യം വന്നില്ല. എല്ലാവരും അത്യധികം ഭയപ്പെട്ടിരുന്നു. താത്തയ്ക്ക് എന്തു പറ്റുമെന്ന് ആർക്കും പറയാൻ കഴിഞ്ഞില്ല. ബാബ പോക്കറ്റിൽ നിന്നൊരു ഉറുപ്പികെടുത്ത് അവിടെ ഒരു കാണിക്ക പോലെ വലിച്ചെറിഞ്ഞു. താത്തയ്ക്കും ഭയങ്കരമായി പേടി തോന്നി. ആർക്കും ഇടപെടാൻ ധൈര്യം വന്നില്ല. ഒടുവിൽ ഭാഗോജി ഷിൻഡെ എന്ന കുഷ്ഠരോഗിയായ ബാബാ ഭക്തൻ മുന്നോട്ട് ചെല്ലാൻ നോക്കിയപ്പോൾ ബാബ തള്ളി പുറത്താക്കി. ഇഷ്ടിക കഷ്ണങ്ങൾ കൊണ്ടെറിഞ്ഞു. ഇടപെടാൻ ആരു പോയാലും അവരെ ഇതുപോലെ ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞ് ബാബയുടെ കോപമടങ്ങി. അദ്ദേഹം ഒരു പീഡികക്കാരനെ വരുത്തി നല്ല തുന്നൽ പണിയുള്ള തലപ്പാവ് വരുത്തി സ്വന്തം കൈകൊണ്ട് താത്തയുടെ തലയിൽ അയാളെ ബഹുമാനിക്കാൻ എന്ന പോലെ കെട്ടിക്കൊടുത്തു. ബാബയുടെ ഇത്തരം പെരുമാറ്റം കണ്ട് എല്ലാവരും അതിശയിച്ചു. എന്താണ് ബാബ കോപിച്ച് താത്തയുടെ കഴുത്തിൽ പിടിച്ചതെന്നും പിന്നെ കോപം മാറി ഇങ്ങനെ പെരുമാറിയതെന്നും ആർക്കും മനസ്സിലായില്ല. ഇടയ്ക്ക് ബാബ ശാന്തനായി മധുരമായി സംസാരിക്കും. പെട്ടെന്ന് കാരണമായോ കോപിഷ്ഠനാവും. പല സംഭവങ്ങളും പറയാനുണ്ട്. ഏതാണ് പറയേണ്ടത്, ഏതാണ് വേണ്ടെന്ന് വെക്കേണ്ടത് എന്നെനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് ഓർമ്മ വരുന്നത് പറയാം. അടുത്ത അധ്യായത്തിൽ ബാബ ഹിന്ദുവോ മുഹമ്മദീയനോ എന്നും അദ്ദേഹത്തിൻ്റെ യോഗസാധനകളും ശക്തികളും മറ്റു കാര്യങ്ങളും പ്രതിപാദിക്കാം. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.